മലപ്പുറം വളാഞ്ചേരിയിൽ ക്വാറി ഉടമയെ ജയിലിൽ അടയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടിയ കേസിൽ SI അറസ്റ്റിലായി. വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ SI ബിന്ദു ലാലിനെയാണ് തിരൂർ ഡിവൈഎസ്പി അറസ്റ്റ് ചെയ്തത്. രണ്ടാം പ്രതി വളാഞ്ചേരി CI സുനിൽദാസ് ഒളിവിലാണ്. ക്വാറി ഉടമയിൽ നിന്ന് 18 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നതാണ് പരാതി. സമീർ ബിൻ കരീം വിവരങ്ങൾ നൽകാനുണ്ട്. സമീർ, വളാഞ്ചേരി SI ബിന്ദുലാൽ ഇപ്പോൾ അറസ്റ്റിലാണ്, CI ഒളിവിൽ പോയിരിക്കുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഗോപികൃഷ്ണൻ, നിലവിൽ ക്വാറി ഉടമയിൽ നിന്നും പണം തട്ടിയ കേസിൽ 3 പ്രതികളാണുള്ളത്. ഒന്ന് വളാഞ്ചേരി SHO സുനിൽദാസ്, മറ്റൊന്ന് വളാഞ്ചേരി SI ബിന്ദുലാൽ, മൂന്നാം പ്രതി കേസിലെ ഇടനിലക്കാരൻ അസൈനാർ. ഇതിൽ അസൈനാർ ഒപ്പം തന്നെ വളാഞ്ചേരി SI ബിന്ദുലാൽ എന്നീ രണ്ടുപേരെയാണ് നിലവിൽ തിരൂർ ഡിവൈഎസ്പി ഷംസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ മാർച്ചിൽ ഈ വളാഞ്ചേരിയിൽ ക്വാറിയിൽ ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുക്കളുമായി 3 പേർ പിടിയിലായിരുന്നു. അതിന് പിന്നാലെ ഈ വളാഞ്ചേരി CI ഈ ക്വാറി ഉടമയെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും താങ്കളെയും ഈ കേസിൽ പ്രതി ചേർത്ത് ജയിലിലടക്കുമെന്നും അല്ലെങ്കിൽ പണം വേണമെന്നുള്ളതുമായിരുന്നു ആവശ്യപ്പെട്ടത്. അതിന് പിന്നാലെ ഈ പണം സ്വീകരിക്കുന്നതിനും ഒപ്പം തന്നെ ഡീൽ ചെയ്യുന്നതിനും വേണ്ടി ഇടനിലക്കാരൻ അസൈനാറിനെ ഈ CI ചുമതലപ്പെടുത്തുകയും ചെയ്തു. അതിന് പിന്നാലെ അസൈനാറാണ് ഈ ക്വാറി ഉടമയുമായി സംസാരിക്കുകയും അതിന് പിന്നാലെ ഈ വളാഞ്ചേരി SHOക്ക് 8 ലക്ഷം രൂപയും വളാഞ്ചേരി SI ബിന്ദുലാലിന് 10 ലക്ഷം രൂപയും നൽകിയത്. ഒപ്പം തന്നെ അസൈനാർ 4 ലക്ഷം രൂപയും ഈ സംഭവത്തിൽ കൈപ്പറ്റി എന്നുള്ളതുമാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ ഒരു വിവരം മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് രഹസ്യമായി ലഭിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആദ്യം തന്നെ ഈ ക്വാറി ഉടമയെ വിളിച്ചു വരുത്തി. അപ്പോൾ ക്വാറി ഉടമ വളരെ കൃത്യമായി തന്നെ പണം നൽകിയ കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. അതിന് പിന്നാലെ കേസ് മലപ്പുറം SP അന്വേഷിക്കുന്നതിന് വേണ്ടി ജില്ലാ പോലീസ് മേധാവി ചുമതലപ്പെടുത്തുന്നു. അങ്ങനെ മലപ്പുറം ഡിവൈഎസ്പി ഈ സംഭവം അന്വേഷിക്കുകയും ഇതിൽ ഒരു കഴമ്പുണ്ടെന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ധരിപ്പിക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് നിലവിൽ തിരൂർ ഡിവൈഎസ്പിയോട് മലപ്പുറം SP ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യാനുള്ള നിർദ്ദേശം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിന് പിന്നാലെ തിരൂർ ഡിവൈഎസ്പി ഇന്ന് രാവിലെയോടുകൂടി വളാഞ്ചേരി സ്റ്റേഷനിലെത്തുകയും വളാഞ്ചേരി SI ബിന്ദുലാലിനെയും ഒപ്പം തന്നെ ഇടനിലക്കാരൻ അസൈനാറിനെയും അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ നിലവിൽ വളാഞ്ചേരി SHO സുനിൽദാസ് അവധിയിലായിരുന്നു. നിലവിൽ അദ്ദേഹം ഒളിവിൽ പോയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന ഏറ്റവും പുതിയ വിവരം. ഇനി കേസ് അന്വേഷിക്കുക ക്രൈംബ്രാഞ്ചാണ് എന്നുള്ളതും മലപ്പുറം ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കുന്നു. ഏതായാലും പോലീസിൽ തന്നെ ഇത്തരം ആളുകളുള്ളത് ഏറെ കൗതുകമുള്ള ഒരു കാര്യം കൂടിയാണ്. പ്രത്യേകിച്ച് ഈ ജനങ്ങളുടെ സ്വത്തിനും ഒപ്പം തന്നെ എല്ലാത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസാണ് ഇത്തരത്തിൽ ഒരു ക്വാറി ഉടമയെ ഭീഷണിപ്പെടുത്തുകയും ഇത്തരത്തിൽ പണം കൈപ്പറ്റുകയും കൈക്കൂലി കൈപ്പറ്റുകയും ചെയ്യുന്ന ഒരു ഞെട്ടിക്കുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത്. ഗോപി, വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.